ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കുക. ഒരു സവാള എണ്ണ എടുത്തിരിക്കുന്നത് നന്നായി വഴറ്റിയെടുക്കുക. 1 സ്പൂൺ എണ്ണയുള്ള ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്കൊരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ്. കാബേജ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ഒരു 1/4 കപ്പ്. പച്ചമുളക് 2 ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. വേവിച്ചെടുത്ത പൊട്ടാറ്റോ അതും ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തെടുത്താണ് ചിക്കൻ, വേവിച്ചെടുത്ത ചിക്കനാണ്. ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു പിടി മല്ലിയില, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി ഇവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് കേട്ടോ. ഇനി ചപ്പാത്തി എടുത്ത് അതിന് മുകളിലായിട്ട് നമുക്ക് അരച്ച് വെച്ച ചമ്മന്തി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ മസാല ഉണ്ടാക്കിയത് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി ചീസ് ചീവിയെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഓയിലോ ബട്ടറോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒഴിച്ച് ചെറിയ തീയിൽ നമുക്കത് വേവിച്ചെടുക്കാം. തിരിച്ച് മറിച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.